ഗുഡ്നസ് ടിവിയുടെ മാലാകക്കൂട്ടും .com എന്ന ഈ പ്രോഗ്രാമിൻ്റെ ചങ്ക് പ്രേക്ഷകരായ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ സ്വർഗത്തിൽ ഈശോയോടൊത്ത് കളിക്കാനും ചിരിക്കാനും മാലാഖയെ പോലെ രസിക്കാനും വന്നിരിക്കുന്നത് ഊരകം സെന്റ് ജോസഫ് ചർച്ചിലുള്ള കൊച്ചു കൂട്ടുകാരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്വർഗത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ സ്വർഗത്തില് മാലാഖയെ പോലെ കളിക്കാൻ നിങ്ങൾ തയ്യാറാണോ? മാലാഖയെ പോലെ രസിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇനി നമ്മൾ ഈ സ്വർഗത്തിലെ രസക്കാഴ്ചകളിലേക്ക് കടക്കുകയാണ്. പ്രേക്ഷകരെ, ഈ സ്വർഗത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളോടുകൂടെ നിങ്ങളും സഞ്ചരിക്കണം. സ്വർഗത്തിലെ ആദ്യത്തെ സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതിപാഠം. എന്താണ്? ഇതിൽ നമ്മളൊരു കൊച്ചു പാട്ട് പഠിച്ച് ഈശോയ്ക്ക് നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ ശബ്ദം കൊണ്ട്, നമ്മുടെ ആക്ഷൻ കൊണ്ടൊക്കെ ഒന്ന് പാട്ടുപാടി സ്തുതിക്കാൻ പോവാണ്. ആർ യു റെഡി? അത്ഭുതമല്ലേ അത്ഭുതമല്ലേ നമ്മൾ ഓരോരോ അത്ഭുതമല്ലേ. പഠിക്കേ. അത്ഭുതമല്ലേ അത്ഭുതമല്ലേ നമ്മൾ ഓരോരോ അത്ഭുതമല്ലേ. അടുത്ത വരി നോക്കിയേ. കൺ തുറന്നു നോക്കൂ, ഉൾ കൺ തുറന്നു നോക്കൂ. പഠിക്കേ. ഗുഡ്. നമ്മൾ ഓരോരോ അത്ഭുതമല്ലേ. പാടും. നാദ്രദിന്നന ദിന്നാന നാദ്രദിന്നന ദിന്നാന നാദ്രദിന്നന 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 ദിന്നാന. പാടുക. നാദ്രദിന്നന ദിന്നാന നാദ്രദിന്നന ദിന്നാന നാദ്രദിന്നന 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 ദിന്നാന. നല്ല എനർജിയിൽ പാടുന്നില്ല എല്ലാവരും? എല്ലാവരും പാടണം, നല്ല ശക്തിയിൽ പാടണം, മാലാഖയെ പോലെ. അടുത്ത വരി നോക്കിയേ. ഈ ശ്വാസം വലിയൊരു അത്ഭുതമല്ലേ. പഠിക്കേ. ഈ ശ്വാസം വലിയൊരു അത്ഭുതമല്ലേ. ഈ ചലനം വലിയൊരു അത്ഭുതമല്ലേ. പഠിക്കേ. ഈ ചലനം വലിയൊരു അത്ഭുതമല്ലേ. ഈ കാഴ്ചയും കേൾവിയും അത്ഭുതമല്ലേ. പഠിക്കേ. ഈ കാഴ്ചയും കേൾവിയും അത്ഭുതമല്ലേ. ഈ ബുദ്ധിയും ശക്തിയും അത്ഭുതമല്ലേ. ഈ ബുദ്ധിയും ശക്തിയും ഒന്നിച്ച് നാദ്രദിന്നന നാദ്രദിന്നന ദിന്നാന നാദ്രദിന്നന ദിന്നാന നാദ്രദിന്നന 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 ദിന്നാന. കൊള്ളാം കൊള്ളാം. അടുത്തൊരു ലൈനും കൂടി പഠിക്കാനുണ്ട്. അത്ഭുതം തേടി നീ പോകേണ്ടെന്നേ, നീ തന്നെ വലിയൊരു അത്ഭുതമല്ലേ. അത്ഭുതം തേടി നീ പോകേണ്ടെന്നേ, നീ തന്നെ വലിയൊരു അത്ഭുതമല്ലേ. കൊള്ളാം. നാദ്രദിന നാദ്രദിന്നന ഉറക്കെ നാദ്രദിന്നന ദിന്നാന പഞ്ചില് നാദ്രദിന്നന 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 ദിന്നാന. കൊള്ളാം. സൂപ്പർ സൂപ്പർ. ഇതിന് മാലാഖയെ പോലെ ഒരു ഡാൻസും കൂടി വേണം. മാലാഖ ചിറകൊക്കെ വീശുവാണ്, പക്ഷെ നമ്മൾ കൈയും കാലൊക്കെ ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ മാലാഖയെ പോലെ ഡാൻസ് കളിക്കാൻ പോവാണ്. റെഡി? ആർ യു റെഡി? ഓക്കെ, ചേട്ടായി പറഞ്ഞു തരാം, എന്നിട്ട് നിങ്ങൾ ചെയ്യണം. ഓക്കെ. അത്ഭുതമല്ലേ അത്ഭുതമല്ലേ നമ്മൾ ഓരോരോ അത്ഭുതമല്ലേ. ചെയ്തോക്കെ. അത്ഭുതമല്ലേ നമ്മൾ നമ്മൾ ഓരോരോ അത്ഭുതമല്ലേ. കൺ തുറന്നു നോക്കൂ, ഉൾ കൺ തുറന്നു. ചെയ്തേ. ഉൾ കൺ തുറന്നു നോക്കൂ, നമ്മൾ ഓരോരോ അത്ഭുതമല്ലേ. എങ്ങനെ? നമ്മൾ ഓരോ. അടുത്ത് നോക്കിയേ. നാദ്രദിന്നന ദിന്നാന നാദ്രദിന്നന ദിന്നാന നാദ്രദിന്നന 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 ദിന്നാന നാദ്രദിന്നന നാദ്രദിന്നന നാദ്രദിന്നന
അടുത്ത നോക്കി. ഈ ശ്വാസം വലിയൊരു അത്ഭുതമല്ലേ. ചെയ്തേ. ഈ ചലനം വലിയൊരു അത്ഭുതമല്ലേ. ചെയ്തേ. കാഴ്ചയും കേൾവിയും അത്ഭുതമല്ലേ. ചെയ്തേ. കാഴ്ചയും ബുദ്ധിയും ശക്തിയും. അടുത്ത വരി. ബുദ്ധിയും അത്ഭുതം. എല്ലാവരും ചെയ്തേ. ബുദ്ധിയും ശക്തിയും. വീണ്ടും സെയിം ആക്ഷൻ. നാദ്രദിന. ലാസ്റ്റ് വരി പഠിക്കാണ്. അത്ഭുതം തേടി. നോക്കിയേ. അത്ഭുതം തേടി നീ പോകേണ്ടെന്നേ, നീ തന്നെ വലിയൊരു അത്ഭുതമല്ലേ. അത്ഭുതം തന്നെ നീ തന്നെ. നമ്മൾ അത്ഭുതമാണോ? നമ്മൾ അത്ഭുതമാണോ? അല്ലേ? നമുക്ക് എന്തൊക്കെ കാണാൻ കഴിവുണ്ട് അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, കൈയും കാലും ഉപയോഗിക്കാൻ അല്ലേ, ഓടാൻ കഴിവുണ്ട്, മറ്റു പല കഴിവുണ്ട്, ഡാൻസ് ചെയ്യാൻ. ഇതൊക്കെ അത്ഭുതമല്ലേ? ഇത് പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ. നടക്കാൻ പറ്റാത്തവര്, കൈ അനക്കാൻ പറ്റാത്തവരുണ്ട്, സംസാരിക്കാൻ പറ്റാത്തവര്. അപ്പൊ കൂട്ടുകാരെ, നമുക്കുള്ള ഈ കഴിവുകളൊക്കെ അത്ഭുതമല്ലേ? നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി മാലാഖമാരെ പോലെ ഒന്ന് ഈശോയെ സന്തോഷിപ്പിച്ചാലോ? ആർ യു റെഡി? എഴുന്നേറ്റ് തന്നെ. നമ്മള് സിയോൻ ചേട്ടായിയാണ് നമുക്ക് ഹൃദയൊക്കെ ഇട്ട് തരുന്നത്. നല്ല സന്തോഷത്തോടെ പുഞ്ചിരിച്ച് മാലാഖയെ പോലെ കൈയടിച്ചേ. അത്ഭുതമല്ലേ, അത്ഭുതമല്ലേ നമ്മൾ ഓരോരോ അത്ഭുതമല്ലേ. ചെയ്തോക്കെ. അത്ഭുതമല്ലേ. ആഹാ. നമ്മൾ ഓരോരോ അത്ഭുതമല്ലേ. കൺതുറന്നു നോക്കൂ, കൺതുറന്നു നോക്കൂ, നമ്മൾ ഓരോരോ അത്ഭുതമല്ലേ. നമ്മൾ അത്ഭുതമല്ലേ. നാദ്രദിന്ന തിന്നാന, നാദ്രദിന്ന തിന്നാന, നാദ്രദിന്ന നാദ്രദിന്ന നാദ്രദിന്ന. ഒന്നോടെ. നാദ്രദിന്ന. ചെയ്തെല്ലാവരും. നാദ്രദിന്ന തിന്നാന, നാദ്രദിന്ന നാദ്രദിന്ന നാദ്രദിന്ന. കൈയടിക്കാം. നല്ല ശക്തിയിൽ കൈയടിച്ച് അല്ലെങ്കിൽ ആടിപ്പാടി. ഒന്നിച്ച്. ഈ ശ്വാസം വലിയൊരു അത്ഭുതമല്ലേ, ഈ ചലനം വലിയൊരു അത്ഭുതം. ഈ ശ്വാസം വലിയൊരു, കൊള്ളാം. ഈ ചലനം വലിയൊരു. കാഴ്ചയും കേൾവിയും അത്ഭുതമല്ലേ. ബുദ്ധിയും ശക്തിയും അത്ഭുതം. നാദ്രദിന്ന തിന്നാന, നാദ്രദിന്ന തിന്നാന, നാദ്രദിന്ന തിന്നാന, നാദ്രദിന്ന നാദ്രദിന്ന. ചെയ്തേ. ദിന്ന തിന്നാന, നാദ്രദിന്ന തിന്നാന, നാദ്രദിന്ന നാദ്രദിന്ന തിന്നാന. കൈയടിച്ചേ. സന്തോഷത്തോടെ. അടുത്ത ആളെ നോക്കിയൊന്ന് കൈയടിച്ച്. പുഞ്ചിരിച്ച് ചിരി വരട്ടെ. അത്ഭുതം തേടി. അത്ഭുതം തേടി നീ പോകേണ്ടെന്നേ, നീ തന്നെ വലിയൊരു അത്ഭുതമല്ലേ. ചെയ്തേ. അത്ഭുതം തേടി നീ പോകേണ്ടെന്നേ, നീ തന്നെ വലിയൊരു അത്ഭുതമല്ലേ. ഒന്നിച്ച്. നാദ്രദിന്ന തിന്നാന, നാദ്രദിന്ന നാന, നാദ്രദിന്ന നാദ്രദിന്ന തിന്നാന, നാദ്രദിന്ന. ചെയ്തെല്ലാവരും. കമോ. തിന്ന തിന്നാന, നാദ്രദിന്ന നാദ്രദിന്ന തിന്നാന. ഒന്ന് ക്ലാപ്പ് ചെയ്തേ. നന്നായിട്ട് ക്ലാപ്പ് ചെയ്തേ.
ഈശോയുടെ കൂട്ടുകാരെ, എന്തോ ഈശോയുടെ മാലാഖമാരെ, എന്തോ ഈ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. എന്താണ്? വചനം ഭക്ഷിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ഈ സ്വർഗത്തില് വചനം ഭക്ഷിക്കാൻ പോവാണ്. റെഡിയാണോ? നിങ്ങൾ വചനം ഭക്ഷിക്കാറുണ്ടോ? പഠിക്കാറുണ്ടോ? വായിക്കാറുണ്ടോ? വചനം ഉറക്കെ പറ, വായിക്കാറുണ്ടോ? വചനം വായിക്കാറുണ്ടോ? അപ്പൊ അതേപോലെ ഇന്ന് നമുക്ക് വചനം പങ്കുവെക്കാൻ ഈ സെഗ്മെന്റിൽ വരുന്നത് ഇമ്മാനുവൽ ജയകുമാർ എന്ന് പറഞ്ഞ ഒരു ചേട്ടായിയാണ്. ചേട്ടായി 10-29 വർഷമായി കൊച്ചു കൂട്ടുകാരുടെ ഇടയിൽ, യുവാക്കളുടെ ഇടയിൽ ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു ശുശ്രൂഷകനാണ്. അപ്പം ഇന്ന് ഈ സ്വർഗത്തിലേക്ക് നമ്മൾ ഈ ബ്രദറിനെ, ഈ ചേട്ടായിനെ സ്വാഗതം ചെയ്യാണ്. ഒരു ക്ലാപ്പ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ആ ക്ലാപ്പാണ് യോ യോ ക്ലാപ്പ്. ഏത് ക്ലാപ്പാണ്? അതെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടേ. നമുക്ക് ഇമ്മാനുവൽ ജയകുമാർ അങ്കിളിനെ സ്വാഗതം ചെയ്യാം. ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും. ഓൾ സ്റ്റാൻഡ് അപ്പ്. ഓക്കെ, റെഡി? യോ യോ ക്ലാപ്പ് ഗോ എന്ന് പറയുമ്പോൾ നല്ല കൈയ്യടി കൊടുക്കണം. ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഈശോ ഒരുക്കിയ ജയകുമാർ അങ്കിള്, ഇമ്മാനുവൽ ജയകുമാർ അങ്കിൾ ഇവിടെ വരും, ചേട്ടായി വരും. ഓക്കെ, റെഡി? യോ യോ ക്ലാപ്പ് ഗോ. ഈശോയുടെ കുഞ്ഞുമക്കളെ, സന്തോഷമാണോ? നമുക്ക് എല്ലാവർക്കും ഇരിക്കാം കേട്ടോ. നമ്മളിപ്പോൾ വചനം ഭക്ഷിക്കാൻ വേണ്ടി പോയാണ്. നിങ്ങൾക്ക് വചനം ഇഷ്ടമാണോ? നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനം ഇതാണ്, 1 സാമുവേൽ 18-14. ഏതാ? 1 സാമുവേൽ 18-14. അവിടെ ഇങ്ങനെ പറയുന്നത്, കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് എല്ലാ ഉദ്യമങ്ങളിലും വിജയം വരിച്ചു. നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? ഒന്ന് പറഞ്ഞേ. കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് എല്ലാ ഉദ്യമങ്ങളിലും വിജയം വരിച്ചു. മക്കളെ, ദാവീദ് ആരായിരുന്നു അറിയാവോ? ആരായിരുന്നു? ആട്ടിടയനായിരുന്നു. ആട്ടിടയനായതിനു ശേഷം രാജാവായി മാറി. നമ്മൾ ആട്ടിടയനായ ദാവീദിനെ കുറിച്ചാണ് കേൾക്കാൻ വേണ്ടി പോകുന്നത്. മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കഥയുണ്ട്, ദാവീദും ഗോലിയാത്തും. അല്ലേ? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടില്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ? ഈ ദാവീദും ഗോലിയാത്തും. ഒരിക്കൽ ദാവീദ് ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിൽ ഇങ്ങനെ നടക്കുക. അപ്പോൾ ദാവീദിൻ്റെ അപ്പൻ്റെ പേര് ആർക്കെങ്കിലും അറിയാവോ? ജസ്സെ. വെരി ഗുഡ്. കണ്ടോ? ജസ്സെ. ഈ ജസ്സെ വന്നിട്ട് ദാവീദിന് പറയുക, നിന്റെ ചേട്ടന്മാർക്ക് ഇസ്രായേൽ സൈന്യത്തിലാണ്, അപ്പം നീ അവരുടെ സുഖവിവരങ്ങൾ ക്ഷേമം അന്വേഷിച്ചിട്ട് വരാൻ വേണ്ടി പറയുക. മക്കളെ, ദാവീദ് അപ്പനെ അനുസരിച്ചുകൊണ്ട് ചേട്ടന്മാരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ദാവീദ് നോക്കിയപ്പോൾ എല്ലാവരും ഭയന്ന് വിറച്ചിരിക്കുക. അപ്പോൾ ദാവീദ് ചെന്ന് ചോദിച്ചു, എന്നാ പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അതെ, ഗോലിയാത്ത് എന്ന് പറയുന്ന വലിയൊരു മല്ലൻ വന്നിട്ട് നമ്മളിങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞങ്ങൾ അവനെ ഭയന്നിരിക്കുക. അപ്പോൾ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, അതെ, ഒരു കാര്യം ചെയ്യും, ഞാൻ പോയി അവനെ വധിച്ചിട്ട് വരാം, കാരണം ദൈവമായ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ആര് കൂടെയുണ്ട്? ആര് കൂടെയുണ്ട്? ദൈവമായ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ സാവൂൽ രാജാവ് ഇവൻ അനുഗ്രഹിച്ചു വിടുക. അനുഗ്രഹിച്ചു വിടുന്ന സമയത്ത് സാവൂൽ രാജാവ് വാൾ കൊടുത്തു, ഷൂ കൊടുത്തു, പടച്ചട്ടയൊക്കെ ധരിപ്പിച്ചു. പക്ഷെ അതൊന്നും ഇടാൻ പറ്റിയില്ല. അവസാനം ഇതെല്ലാം മാറ്റി വെച്ചിട്ട് താഴെ നിന്ന് 5 മിനുസമുള്ള കല്ലുവെടുത്ത് പാട്ടൊക്കെ പാടി ദാവീദ് ഇങ്ങനെ പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരട്ടഹസം, ആരുണ്ടടാ ഇവിടെ? അപ്പോഴാണ് ഒരു സ്വരം, ഞാനുണ്ടടാ. ഗോലിയാത്ത് അങ്ങോട്ടും കിടക്കുന്നതൊക്കെ, എവിടെയാടാ, ആരടാ? അപ്പോൾ ദാവീദ് പറയും, എടാ ഇവിടെ നോക്ക് എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ വേണ്ടടാ, കാലിച്ചവിട്ട് നിന്നും ഒരു അശുവായ സാധനം നിന്ന് വെല്ലുവിളിക്കുക. ഈ ഗോലിയാത്തിൻ്റെ വലിപ്പം കണ്ടെങ്കിലും ദാവീദ് പേടിച്ചില്ല. ബൈബിളിൽ ഗോലിയാത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, 292 സെൻറ്റിമീറ്റർ ഉയരമുണ്ടായിരുന്നു. കണ്ടോ, നമ്മളെക്കാൾ ഉയരമുള്ള ഒരു മനുഷ്യൻ. എന്നിട്ട് അവൻ ധരിച്ചിരിക്കുന്ന കവച, അത് പറയും 5000 ഷെക്കൽ, അതായത് 57 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു അവൻ ധരിച്ചിരുന്ന ആ കവചത്തിന്. പിന്നെ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് കുന്തം. ഈ കുന്തത്തിൻ്റെ അറ്റം, കൂർത്തിരിക്കുന്ന വശം മാത്രം
6 കിലോ 840 ഗ്രാം ഭാരമുണ്ടായിരുന്നു. അങ്ങനെ അത്രയും വലിയ ശക്തനായ ഒരു മനുഷ്യൻ്റെ അടുക്കലാണ് 5 കല്ലുമായിട്ട് ചെന്നിരിക്കുക. എന്നിട്ട് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ നോക്കിയിട്ട് പറയുക, ഞാനിന്ന് നിന്നെ കൊല്ലുവടാ. അപ്പോൾ അവൻ കളിയാക്കുന്നുണ്ട്, ഗോലിയാത്ത് കളിയാക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ വീണ്ടും പറഞ്ഞു, ഞാനിന്ന് നിന്നെ കൊല്ലും, കാരണം ദൈവമായ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. മക്കളെ, പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാമേ, ആ 5 കല്ലിൽ ഒരു കല്ലെടുത്തിട്ട് തൻ്റെ തെറ്റാലിൽ വെച്ച് ഉന്നം നോക്കി ഒരൊറ്റ ഈത്ത ഗോലിയാത്തിൻ്റെ മർമ്മത്ത് തന്നെ കൊണ്ടു ഗോലിയാത്ത് മലക്കം പറിച്ച് താഴെ വീഴുക. മക്കളെ, ഒരു കല്ലെടുത്ത് അത്രയും വലിയൊരു മല്ലനായ ഗോലിയാത്തിനെ വധിക്കുകയാണ്. മക്കളെ, നമ്മൾ പഠിച്ച വചനം എന്താണ്? ദാവീദിൻ്റെ കൂടെ കർത്താവുണ്ടായിരുന്നു, അവൻ എല്ലാ ഉദ്യമങ്ങളിലും വിജയം വരിച്ചു. പിന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ, അല്ലെങ്കിൽ സ്വർഗത്തിലെ മാലാഹക്കൂട്ടങ്ങളെ, നിങ്ങൾ ഓർക്കണം കേട്ടോ, നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ എവിടെയും നമുക്ക് വിജയിക്കാൻ സാധിക്കും. ചില കാര്യങ്ങളിൽ നമ്മൾ പരാജയപ്പെടുമെന്ന് തോന്നാം, ചിലപ്പോഴൊക്കെ നമുക്ക് കഴിവ് കുറവാണെന്ന് തോന്നാം, ചിലപ്പോഴൊക്കെ നമുക്ക് ബുദ്ധി കുറവാണെന്ന് തോന്നാം. പക്ഷേ മക്കളെ ഓർക്കണം കേട്ടോ, ദൈവമായ കർത്താവ് ഏത് കുഞ്ഞിൻ്റെ കൂടെയുണ്ടോ അവരൊക്കെ ഈ ലോകത്ത് വിജയിച്ചിരിക്കും. നിങ്ങൾക്ക് വിജയിക്കണോ? നിങ്ങൾക്ക് നന്മയുള്ള കുഞ്ഞുങ്ങളാകണോ? അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് കണ്ണുകളടച്ച്, എല്ലാവരും കണ്ണുകളടച്ച്. എന്നിട്ട് മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈശോയുടെ ഒരു ചിത്രം മാത്രം ഒന്ന് മനസ്സിലാക്കണ്ടേ. എന്നിട്ട് ആ ഈശോയോട് പറഞ്ഞ്, ഈശോയെ, ഞാൻ അങ്ങയോട് ചേർന്നിരിക്കുകയാണ്. ഈശോയെ, എന്നും നീ എൻ്റെ കൂടെ ഇരിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഈശോയെ, ഞാനും അങ്ങയോട് കൂടെ ഇരിക്കുകയാണ്. എനിക്കും ഈ ലോകത്ത് നന്മയുള്ള, വിശുദ്ധിയുള്ള, അനുഗ്രഹമായ ഒരു കുഞ്ഞായി മാറണം. ഈശോയെ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ മാലാഖമാരെ, വചനം ഭക്ഷിച്ചോ? ഇന്ന് ഇമ്മാനുവൽ ചേട്ടായി നമ്മളോട് ഏത് വചന പറഞ്ഞത്? യെസ്, അവിടെ എന്താ പറഞ്ഞേ? ദാവീദിന്റെ കൂടെ പറയൂ, ആരുണ്ടായിരുന്നോ? ദൈവം ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ദാവീദ് ഗോലിയാത്തിന്റെ കഥ പറഞ്ഞതും ഇതൊക്കെ നമുക്ക് വലിയൊരു പാഠമാണ്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മളും ഈശോയെ കൂട്ടുപിടിച്ച് വളരാൻ. ഈ സ്വർഗത്തിൽ മാലാഖമാരുടെ അടുത്ത രസക്കാഴ്ചയാണ്, അടുത്ത സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം. എന്താണ്? അപ്പൊ ഇന്ന് ഈ സ്വർഗത്തിൽ വിശുദ്ധരെ കുറിച്ച് നമ്മൾക്ക് പങ്കുവയ്ക്കണം. ആരാണ് ഇന്ന് അതിന് തയ്യാറായിട്ട് വന്നിരിക്കുന്നത്? വിശുദ്ധരെ കുറിച്ച് പറയണം, ആ വിശുദ്ധന്റെ ജീവിതം ആസ്പദമാക്കിയിട്ട് ഒരു വചനം വിചിന്തനം പറയണം. അപ്പൊ ആരാണെന്ന് അതിന് തയ്യാറായിരിക്കുന്നത്? ആരൊക്കെയാണ്? മക്കളാണ്. വാ, മുന്നോട്ട് വായോ. ഒരു കൈഡി കൊടുത്തേ, അവർക്ക് നല്ലൊരു കൈഡി കൊടുത്തേ. മോളുടെ പേരെന്താണ്? ആൻലിൻ ആൻഡോ. ആൻലിൻ ആൻഡോ. ഇന്ന് ഏത് വിശുദ്ധയെ കുറിച്ചാ പറയുന്നേ? സെന്റ് അൽഫോൻസ. കൊച്ചു എത്രയിലാ പഠിക്കുന്നത്? 9th പഠിക്കുന്ന ആൻലിൻ ആണ് ഇന്ന് നമ്മളോട് സെന്റ് അൽഫോൺസയെ കുറിച്ചാ പറയുന്നത്. നല്ല ശ്രദ്ധയോടെ ഇരുന്ന് നമുക്ക് കേൾക്കാം. കൊച്ചു പറഞ്ഞോ കേട്ടോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വിശുദ്ധ അൽഫോൻസമ്മയെ കുറിച്ചാണ്. ഭരണങ്ങാനത്തെ ഭദ്രദീപം, ഭാരതത്തിൻ്റെ അഭിമാനം, ക്ലാരസഭയുടെ തിരകക്കുറി, വിശുദ്ധ അൽഫോൻസാമ്മ. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ വിശുദ്ധയായ അൽഫോൻസാമ്മ അനേകായിരങ്ങളിൽ സുവിശേഷത്തിൻ്റെ വെളിച്ചം പകരാൻ, മിശിയാനുഗണത്തിൻ്റെ അഗ്നി കൊളുത്താൻ സ്വയം ഉരുകിത്തീർന്ന ഒരു മെഴുകുതിരി നാളം. കേരളത്തിലെ കുടമാളൂർ ഗ്രാമത്തിൽ മുട്ടത്ത് പാടത്ത് ജോസഫിൻ്റെയും മേരിയുടെയും മകളായി 1910 ആഗസ്റ്റ് 19 ഭൂജാതയായി. അന്നക്കുട്ടി അൽഫോൻസമ്മയ്ക്ക് വെറും 27 ദിവസം പ്രായമുള്ളപ്പോൾ തന്നെ അമ്മയെ നഷ്ടമായി. പിന്നീട് മാതൃസഹോദരിയാണ് വളർത്തിയത്. സഹനത്തിൻ്റെ പുത്രിയാണ് അൽഫോൻസമ്മ. ജനനം മുതൽ മരണം വരെ അത് പിന്തുടരുകയും ചെയ്തു. ചെറുപ്പം മുതൽക്കേ ഒരു കന്യാസ്ത്രീയാകണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. ഇന്ത്യ എന്നൊരു വലിയ രാജ്യത്ത് വിശുദ്ധ പദവിയിലേക്ക് എത്താൻ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ശ്രദ്ധയായിരുന്നു. അന്നക്കുട്ടി അൽഫോൻസമ്മയ്ക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹാലോചനകൾ വന്നിരുന്നു. മനസ്സമ്മതത്തിൽ നിന്നും രക്ഷപ്പെടാനായി തീയിൽ ചാടി വൈരൂപ്യം സൃഷ്ടിക്കാൻ ഒരു ശ്രമം നടത്തി. ഏതായാലും അതുവഴി ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കിട്ടി. ഒന്നാമത് വിവാഹാലോചന മുടങ്ങി. പിന്നീട് 1927 പെന്തക്കുസ്ത ദിനത്തിൽ ഫ്രാൻസിസ്കൻ ക്ലാരസഭയിൽ പ്രവേശിച്ചു. 1930 മെയ് 12 സഭാവസ്ത്രം സ്വീകരിക്കുകയും 1936
ആഗസ്റ്റ് 12 നിത്യവ്രത വാഗ്ദാനം നടത്തുകയും ചെയ്തു. അന്നക്കുട്ടി അൽഫോൻസമ്മയ്ക്ക് ഒരുപാട് രോഗങ്ങൾ വന്നിരുന്നു. അതിനു പുറമെ ഒരുപാട് തെറ്റിദ്ധാരണകളും കുറ്റങ്ങളും. പക്ഷേ അന്നക്കുട്ടി അൽഫോൻസമ്മ ജീവിതവുമായി പതുക്കെ പതുക്കെ പൊരുത്തപ്പെടാൻ തുടങ്ങി. വിശുദ്ധ കൊച്ചു ത്രേസ്യായും ചാവറേച്ചനും അന്നക്കുട്ടിക്ക് ഒരുപാട് ആശ്വാസം പകർന്നു. വിശുദ്ധ കുരിശ് സഹിക്കാനും ക്ഷമിക്കാനും എല്ലാം മറന്ന് സ്നേഹിക്കാനും പഠിപ്പിച്ചു. അങ്ങനെ ഉലയിൽ കാച്ചിയ കനകം പോലെ അൽഫോൻസമ്മ തിളങ്ങാൻ തുടങ്ങി. നൂറുകണക്കിന് ആളുകൾ പ്രാർത്ഥനാ സഹായവുമായി അൽഫോൻസമ്മയുടെ അടുത്തെത്തി. അൽഫോൻസമ്മയുടെ ആഗ്രഹം പോലെ അതിനെല്ലാം പ്രത്യുത്തരം നൽകാൻ സാധിച്ചു. അങ്ങനെ 1946 ജൂലൈ 28 സഹനബലി പൂർത്തിയാക്കി. വിശുദ്ധ പദവിയിലേക്കുള്ള യാത്രകൾ അന്നക്കുട്ടി ഒന്നൊന്നായി വേഗം ഓടിക്കേറി. 2008 ഒക്ടോബർ 12 16 ബെനഡിക്റ്റ് മാർപ്പാപ്പ അൽഫോൻസമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ഓക്കെ, ഇനി നമ്മൾ ഈ വിശുദ്ധയെ അൽഫോൻസമ്മയെ ആസ്പദമാക്കിയിട്ടൊരു വചനം കേൾക്കാൻ പോവാണ്. മോളുടെ പേരെന്താണ്? ആഷ്ന ഷോണിയാണ് പറയാൻ പോകുന്നത്. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 9. ഓക്കെ, ശ്രദ്ധയോടെ കേൾക്കാം. കൂട്ടുകാരെ, നമ്മൾ വിശുദ്ധ അൽഫോൻസമ്മയെ പരിചയപ്പെട്ടല്ലോ. ഞാൻ ഒരു വചനം പറയാം. സങ്കീർത്തനം 119:71. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. നമുക്കും വിശുദ്ധ അൽഫോൻസമ്മയുടെ മാതൃക പിന്തുടരാം. പ്രിയ കൂട്ടുകാരെ, ഇന്ന് വിശുദ്ധയെക്കുറിച്ച് നമ്മളോട് പങ്കുവെക്കുകയും വിശുദ്ധയുടെ ജീവിതം ആസ്പദമാക്കി ഒരു വചനം പങ്കുവെക്കുകയും ചെയ്ത ആൻലിൻ, ആഷ്ന, രണ്ടുപേർക്കും ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കാമോ? പോയിരുന്നു കേട്ടോ. ഈശോയുടെ കൂട്ടുകാരെ, നാലാമത്തെ സെഗ്മെന്റ് ആണ് താലന്ത് വർദ്ധിപ്പിക്കാം. എന്താണ്? നല്ല ശക്തിയോടെ പറ, എന്താണ്? നമുക്കുള്ള താലന്തുകൾ ലോകത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ഇന്ന് ഈ 4th സെഗ്മെന്റിൽ താലന്ത് വർദ്ധിപ്പിക്കാം എന്ന സെഗ്മെന്റിൽ വചനം പങ്കുവെക്കാനായിട്ട് ആരാ വരുന്നത്? ഈ മോളാണ് വരുന്നത്. വേഗം വരൂ, നമുക്ക് കേൾക്കാം കേട്ടോ. മോളുടെ പേരെന്താണ്? അമേലിയ മേരി. ഇന്ന് എന്താണ് നമ്മളോട് പറയുന്നത് കൂട്ടുകാരോട്? ഏത് സങ്കീർത്തനം പറയുന്നത്? സങ്കീർത്തനം 91 ഈ താലന്ത് വർദ്ധിപ്പിക്കാം സെഗ്മെന്റിൽ പറയുന്നത്. പറഞ്ഞോളൂ കേട്ടോ. സങ്കീർത്തനങ്ങൾ 91. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവമെന്ന് പറയും. അവിടുന്ന് നിന്റെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തോലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം നൽകും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകതയും പകൽ പറക്കുന്ന അശ്രദ്ധയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പായശങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നിൽക്കും. ഈ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടു നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവനെന്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസം നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. വെരി ഗുഡ് പോയിരുന്നു കേട്ടോ. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, ഈ സ്വർഗത്തിൽ ഇത്രയും നേരം നമ്മൾ ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഒന്നുകൂടെ നമുക്ക് ഈശോടൊപ്പം ഒന്ന് രസിക്കണം, ഈശോടൊപ്പം ഒന്ന് കളിക്കണം. ഒരു പാട്ടും കൂടി നമ്മൾ പഠിക്കാൻ പോവാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്. പെട്ടെന്ന് ചേട്ടായി നിങ്ങൾക്ക് ആ പാട്ട് പറഞ്ഞു തരാം, പെട്ടെന്ന് പഠിക്കണം കേട്ടോ. ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ പോൽ തുള്ളി ചാടി രസിക്കാലോ,
നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാകമാരായി വളരാലോ. എല്ലാവരും ഒന്ന് ഏറ്റുപാടിക്കേ. ഈശോയോടൊത്തു കളിക്കാലും ഈശോയോടൊത്തു ചിരിക്കാലും ഈശോയോടൊത്ത് മാലാഖയെ പോൽ തുള്ളി ചാടി രസിക്കാലും നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാകമാരായി വളരാലോ. പാട്ട് പഠിച്ചോ? പാട്ട് പഠിച്ചോ? ദേ ഒരു സിമ്പിൾ സ്റ്റെപ്പാണ്, വേഗം നോക്കിക്കേ. ഈശോയോടൊത്തു കളിക്കാലോ ചെയ്തേ. ഈശോയോടൊത്തു കളിക്കാലോ ഈശോയോടൊത്ത് ചിരിക്കാലോ ചിരിക്കാലോ ഈശോയോടൊത്ത് മാലാഖയെ പോൽ തുള്ളി ചാടി രസിക്കാലോ ഈശോയോടൊത്ത് മാലാഖയെ പോൽ തുള്ളി ചാടി രസിക്കാലോ നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാരായി വളരാലോ. പഠിച്ചില്ലേ? പഠിച്ചോ? നല്ല മാലാഖയെ പോലെ സ്മാർട്ടായിട്ട് പറഞ്ഞ പഠിച്ചോ? ചാടി എഴുന്നേറ്റേ നല്ല എനർജിയില്. ആ യെസ്, നമ്മൾ ഇനി ഈശോടൊത്ത് കളിക്കാൻ പോവാണ്. കൈയടിച്ചോ? നല്ല എനർജിയിൽ കൈയടിച്ചേ. നല്ല ശക്തിയിൽ കൈയടിക്കും. റെഡി? ഈശോയോടൊത്തു കളിക്കാലും ഈശോയോടൊത്തു ചിരിക്കാലും ഈശോയോടൊത്ത് മാലാഖയെ പോൽ തുള്ളി ചാടി രസിക്കാലും നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി ചെയ്തേ. ഈശോയോടൊത്ത് കളിക്കാലും ഈശോയോടൊത്ത് ചിരിക്കാലും ഈശോയോടൊത്ത് മാലാഖയെ തുള്ളി ചാടി രസിക്കാലും നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. പ്രിയ കൂട്ടുകാരെ, ഈ എപ്പിസോഡ് ബൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു സസ്പെൻസ് ഉണ്ട് അല്ലേ? ഇത്ര നേരം നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? ഇവിടെ കുറച്ച് ചോക്ലേറ്റ്സ് ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നി ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നതിന് പകരം അവിടേക്കാണ് നോക്കുന്ന പലരും. പിന്നെ ഇവിടെ ഒരു ബൗൾ ഇരിക്കുന്നുണ്ട്, അതിൽ കുറച്ച് റോൾസ് പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മെമൻ്റോ ഇരിപ്പുണ്ട്. ഇനി ഞാനിത് എടുക്കാൻ പോവാണ്. ആ സസ്പെൻസ് നിങ്ങളോട് പറയാൻ പോവാണ്. റെഡി? യെസ്. ഒരാളെ സെലക്ട് ചെയ്യാൻ പോവാണ്. ആരാണ് ഈ കൂട്ടത്തിൽ നിന്ന് ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാനുള്ള സമയമാണ്. നിങ്ങളെല്ലാവരും നന്നായിട്ടാണ് ചെയ്തത്. ഈ അരമണിക്കൂർ സമയം ഈശോടൊത്ത് നിങ്ങൾ കളിച്ചു, ചിരിച്ചു, എല്ലാവരും സൂപ്പറാണ്. അപ്പോൾ ഇത് ഒരു ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് എന്ന നിലയ്ക്ക് ഒരാളെ സെലക്ട് ചെയ്യാൻ പോകണം. മോളുവായോ? ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് കൈയടിച്ച് എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. തുറക്കിട്ടാം. തുറന്നോ. ആഷ്ന ശ്രോണി. ആ മോളുവായോ? ആഷ്നയാണ് ഈ എപ്പിസോഡിൽ ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡായിട്ട് തിരഞ്ഞെടുത്തത്. നല്ലൊരു കൈഡി കൊടുത്തേ. ശരി. അപ്പൊ ഈ എപ്പിസോഡിൽ നമ്മളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ ചങ്കു കൂട്ടുകാർക്കും ഒരു ബായ് പറയണ്ടേ? ഓക്കെ. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, മാലാഖക്കൂട്ടത്തിൻ്റെ ഈ രസക്കാഴ്ചകൾ ഇത്ര നേരം ഞങ്ങളോടൊപ്പം കണ്ടുകൊണ്ടിരുന്ന എല്ലാ ചങ്കുകൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എല്ലാവർക്കും ബായ്. എല്ലാവർക്കും ചാച്ച. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം.